ഹമദാനിലെ സുൽത്താൻ ഉസ്മാൻ എന്ന പണ്ഡിതനായിരുന്നു. ആധിപത്യവും കിരീടവും വലിച്ചെറിഞ്ഞ് സുഹൃദിലായി മഹാനവറുകൾ പുറപ്പെട്ടു. പ്രപഞ്ചപരിത്യാഗിയായി എത്തപ്പെട്ടത് കേരളത്തിലെ വളപ്പട്ടണം എന്ന സ്ഥലത്താണ്. ഉസ്മാൻ എന്നവർ സ്ഥലത്തെ ഖാദിയോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. അവിടെ നിന്നും ഇൽമും തഖ്വയും മേളിച്ച കുലീനമായ ഒരു സ്ത്രീയെ മഹാനവറുകൾ വിവാഹം കഴിച്ചു. അതിലൊരു കുഞ്ഞ് പിറക്കുകയും ചെയ്തു. തനിക്ക് മഹത്വമുടയവനായൊരു കുട്ടി ജനിക്കുമെന്ന് ദർശനം ലഭിച്ചു. രാജാവിൻ്റെ വേദപണ്ഡിതരും ഗണിത ശാസ്ത്രജ്ഞരും അടക്കം ജനിക്കാൻ പോകുന്ന ഈ കുട്ടിയെക്കുറിച്ച് ധാരാളം പ്രവചനങ്ങൾ നടത്തി. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ സംരക്ഷണ ചുമതല രാജാവ് ഏറ്റെടുക്കുകയും ചെയ്തു. ആ കുട്ടിയാണ് ഖുതുബുസ്സമാൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ സാനി റഹ്മത്തുള്ളാഹി എന്നറിയപ്പെട്ട ഇന്ന് പുറത്തിൽ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകൾ. വഫാത്തിൻ്റെ 458 വർഷങ്ങൾ പിന്നിട്ടിട്ടും ഷെയ്ഖിൻ്റെ വലായിഫുകൾ അവിടുത്തെ പള്ളിയിൽ ഇന്നും നടന്നു വരുന്നു. ബദറിൻ്റെ രചയിതാവ് മൗലാന വളപ്പിൽ ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹി പുറത്തിൽ ഷെയ്ഖിൻ്റെ മൗലിദ് രചിച്ചിട്ടുണ്ട്.